യഥകൃഷ്ണൻ, ഈ ചോദ്യപേപ്പർ ചോർന്നത് എങ്ങനെയെന്നാണ് ABVP മനസ്സിലാക്കുന്നത്? കാരണം DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് സംഘടന കടക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് പൂർണ്ണ പരാജയം ആണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച. സംസ്ഥാനത്ത് 9ാം ക്ലാസ് ഇവിടെ സൂചിപ്പിച്ച പോലെ SSLC ഇംഗ്ലീഷ് പരീക്ഷയും അതുപോലെ തന്നെ +1 മാത്തമെറ്റിക്സ് പരീക്ഷയും ക്രമ നമ്പർ ഉൾപ്പെടെയാണ് MS സൊല്യൂഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിലൊരു പരാതി കൊടുത്തു, DGPക്ക് ഒരു പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പൊ ഇത്തരത്തില് വിദ്യാഭ്യാസ മേഖലയെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ നേരിട്ട് നടക്കുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു ലോബി ഉണ്ടെന്ന് തന്നെയാണ് ABVP സംശയിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇത് പൊതുവിദ്യാഭ്യാസത്തോടുള്ള വെല്ലുവിളിയാണെന്നാണ്. അങ്ങനെ പൊതുവിദ്യാഭ്യാസത്തോട് ഇത്തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ് എന്ന് നമ്മൾ എല്ലാവരും പരിശോധിക്കേണ്ടതുണ്ട്. ഇതേ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പാണ്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ ഗോപകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ചില ഇടത് അധ്യാപകരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദ്യപേപ്പർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ സമിതിയും ഇത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലാഭങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പൊ ഇടത് അധ്യാപക സംഘടനകളിലെ ആളുകളും അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററുകളും ഈ സർക്കാരും അടങ്ങുന്ന ഒരു ലോബിയാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇത്തരം ഒരു അനാസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് ABVP അനുമാനിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ DGPക്ക് ABVP പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി മുന്നോട്ട് ഈ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ്, നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ വകുപ്പായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പായാലും ഇത്തരം ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസ് മുറിയിലേക്ക് വരെ യൂട്യൂബ് ചാനലുകൾക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന അത്രയും അനുവാദം പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം നൽകിയിട്ടുള്ള സാഹചര്യം നമ്മളുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് എത്തിക്കുന്ന സാന്റ മോണിക്ക പോലെയുള്ള സ്ഥാപനങ്ങളിലെ മേധാവികളെ കേരളത്തിലെ സർവകലാശാലകളുടെ സിൻഡിക്കേറ്റിലേക്ക് വരെ ഈ സർക്കാർ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്തരം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയോട് ഈ സർക്കാർ ചെയ്യുന്ന ഈ വെല്ലുവിളിക്കെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തെയും ABVP സമീപിക്കും എന്നാണ് ആദ്യമായി പറയാനുള്ളത്.